ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ നമ്മുടെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ കാണാനില്ല എന്ന രീതിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ PSCയുടെ സൈറ്റിനകത്തുള്ള എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണ് നോട്ടിഫിക്കേഷൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ LP UP പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് കോമൺ ആയിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ ചില സംശയങ്ങൾ ഞാനൊന്ന് എന്ത് ചെയ്യുന്നതാണ്, ഈ ഒരു നോട്ടിഫിക്കേഷനെ തന്നെ ആധാരമാക്കിക്കൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പരീക്ഷയുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ അത് ചെയ്തു, പ്രശ്നമാകുമോ എന്ന് ചോദിച്ച് വരുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു വലിയൊരു ക്ലാരിറ്റി തരുന്നുണ്ട്. ആ ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് പറഞ്ഞത്, നിങ്ങളുടെ പൊതുവായിട്ടുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ സംശയം, എല്ലാവരുടെയും ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, ചോദ്യം ഇതാണ്: ഞാൻ TTC കഴിഞ്ഞ ഒരാളാണ്, എനിക്ക് കേട്ടറ്റ് ഉണ്ട്, എനിക്ക് പക്ഷേ ഡിഗ്രി ഇല്ല. എനിക്ക് UP അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്, ഒരുപാട് പേരുടെ സംശയമാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, LPയും UPയും TTC കഴിഞ്ഞവർക്ക് എഴുതാൻ കഴിയും. പിന്നെയും വരുന്ന ചോദ്യമാണ്, ഡിഗ്രി വേണ്ടേ? ഡിഗ്രി ഉണ്ടെങ്കിലല്ലേ സാധിക്കുള്ളൂ. കേട്ടറ്റ് കാറ്റഗറി 2 ഉണ്ടെങ്കിലല്ലേ UP എഴുതാൻ കഴിയുള്ളൂ. ശരിയാണ്, കേട്ടറ്റ് കാറ്റഗറി 1 LPക്കും കാറ്റഗറി 2 UPക്കുമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ കേട്ടറ്റ് കാറ്റഗറി 1ഓ 2ഓ ഇവയിൽ ഏതെങ്കിലും ഒന്നോ ഉണ്ടെങ്കിൽ LP ടീച്ചറായും UP ടീച്ചറായിട്ടും നിയമനം കിട്ടും, നിയമനം ലഭിക്കും. അങ്ങനെ ചെയ്യാനുള്ള കാര്യമാണുള്ളത്. LP ടീച്ചർ ആവാനും UP ടീച്ചർ ആവാനും കേട്ടറ്റ് 1ഓ 2ഓ ഇതിലേതെങ്കിലും ഒന്ന് മതി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ കാറ്റഗറി 2 പരീക്ഷ എഴുതണമെങ്കിൽ എന്ത് വേണം? ഡിഗ്രി വേണം. പക്ഷേ UP പരീക്ഷ എഴുതാൻ, PSCയുടെ UP പരീക്ഷ എഴുതാൻ എന്താവശ്യമില്ല? ഡിഗ്രി ആവശ്യമില്ല. അത് എവിടെ പറയുന്നുണ്ട്? നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് നിങ്ങൾക്ക് കുറച്ച് വലുതാക്കി വായിക്കാം. ഇത് LP സ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. അതിൽ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞ് നിങ്ങൾ TTC യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, TTC പരീക്ഷ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, TTC എന്ന് പറഞ്ഞാൽ D.Ed അല്ലെങ്കിൽ DLEd യോഗ്യതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. പക്ഷെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ് പാസ്സായിരിക്കണം. കേട്ടറ്റ് പാസ്സായിരിക്കണം. ഇനി കേട്ടറ്റ് വേണ്ടാത്ത ആളുകളുണ്ട്. ആരൊക്കെയാണ് കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? നിർബന്ധമായിട്ടും കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാം. CTET-ഉള്ള, നെറ്റുള്ള, സെറ്റുള്ള, MPhil ഉള്ള, PhD ഉള്ള ആളുകൾക്കും, MEd യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്കും TET യോഗ്യത നേടിയിരിക്കണമെന്നുള്ള ആ ഒരു നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നോട്ടിഫിക്കേഷന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് CTET-മായി ബന്ധപ്പെട്ട് ഒരു യോഗ്യത സംബന്ധിച്ച് ഒരു തർക്കം എന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ വൈകുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, അല്ലേ? അതിലെന്താണ് വാസ്തവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ പറഞ്ഞിട്ടുണ്ട് CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 1-ൽ നിന്നും CTET എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ 2-ൽ നിന്നും ഒഴിവാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. CTET 1-നും 2-നും എന്താണ് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. എന്തിനു പറ്റില്ല? 3ക്കും 4നും പറ്റില്ല. ഇവിടെ 3യുടെയും 4ൻ്റെയും ആവശ്യം വരുന്നില്ല. LP UP ആണ്. 3യും 4 ഒക്കെ വേണമെങ്കിൽ ശരിക്കും 3 എവിടേക്കാണ്? ഹൈസ്കൂളിനാണ്. 4 ലാംഗ്വേജ് ടീച്ചേഴ്സിനുള്ളതാണ്.
ഓക്കെ, സ്പെഷ്യൽ ടീച്ചേഴ്സിനുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൽ പി സ്കൂൾ ടീച്ചർ ആവാൻ എന്ത് മതി? നിങ്ങൾക്ക് കേട്ടിട്ട് ഉണ്ടാവണം, TTC ഉണ്ടായാൽ മതി, ഡിഗ്രി വേണ്ട. അതിലാർക്കും ഒരു സംശയമില്ല. പക്ഷേ എല്ലാവരുടെയും സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UP സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ട യോഗ്യതയെ സംബന്ധിച്ചിട്ടാണ്. അവിടെയും നമുക്കിവിടെ യോഗ്യതയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല, വളരെ കുഞ്ഞതാണ്. നോട്ടിഫിക്കേഷൻ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ചാൽ ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാലും കാണാൻ കഴിയും. ഇവിടെ നോക്കുക, UP സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ട യോഗ്യത എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത് TTC പരീക്ഷ വിജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, TTC പരീക്ഷ വിജയിച്ചിരിക്കണം, അതല്ലെങ്കിൽ B.Ed. ഓക്കെ, അല്ലെങ്കിലാണ്, അതായത് TTC ഉണ്ടാവുക അല്ലെങ്കിൽ B.Ed ഉണ്ടാവുക. LP എന്ത് പറഞ്ഞിട്ടില്ല? LP-യിലൊന്നും B.Ed-നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് B.Ed-കാർക്ക് LP അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ LP, അതായത് B.Ed-കാർക്ക് LP അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ TTC-കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ UP-യും അപ്ലൈ ചെയ്യാം. കാരണം UP-യുടെ നോട്ടിഫിക്കേഷനാണ് ഇത്. ഞാനിതാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് UP സ്കൂൾ ടീച്ചർ എന്നുള്ളത് വെച്ചിട്ടുള്ളത്. അപ്പോൾ UP-യുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് വേണം? നിങ്ങൾ +2 കഴിഞ്ഞ് TTC കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് കേട്ടറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? TTC-യും കേട്ടറ്റും ഉണ്ടെങ്കിൽ, കേട്ടറ്റിൽ 1 or 2 ഇതിലേതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഡിഗ്രി ഇല്ലാത്ത ഒരാളാണെങ്കിൽ 1 ഉണ്ടാവും, ആ 1 മതി. ഓക്കെ, ആ 1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? UP എഴുതാം. അപ്പോൾ ഇത് ആർക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്? നമ്മളുടെ TTC-കാർക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അതിലൊരു സംശയവും വേണ്ട. എന്തുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, B.Ed-കാരെ സംബന്ധിച്ച് എന്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? UP മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ TTC, DLED അല്ലെങ്കിൽ D.Ed കഴിഞ്ഞ ഒരാൾക്ക് LP-യും എഴുതാം, UP-യും എഴുതാം. സെയിം സിലബസ് ആണ്, ഒരേ രീതിയിൽ പഠിച്ചാൽ മതി. 2 അവസരം, 2 പരീക്ഷ, 2 ലിസ്റ്റ് അല്ലേ? നമുക്ക് അതിൽ 2 ജോലിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ യോഗ്യതയെ സംബന്ധിച്ച് ഇനി തർക്കം വേണ്ട. ഇനി എന്തെങ്കിലും തർക്കം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ UP സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ട, LP സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷനിൽ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. നിങ്ങൾ ഇതുവരെ അപേക്ഷ അയച്ചിട്ടില്ല, ഇതുവരെ PSC പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ലാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരാദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ PSC-യിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊഫൈൽ വഴിയാണ് നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആ പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ അയക്കേണ്ടത്. പിന്നെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, പണ്ടേ രജിസ്ട്രേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ ഫോട്ടോയിൻ്റെ കേസിൽ ഒരു വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോയിൻ്റെ കേസിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോട്ടോ 10 വർഷത്തിന് മേലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫോട്ടോ മാറ്റുക. ഫോട്ടോ മാറ്റിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. മനസ്സിലായോ? ഫോട്ടോ 10 വർഷമായി എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫോട്ടോ മാറ്റണം എന്നുള്ളത് പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റണം. ഓക്കെ, ഫോട്ടോ മാറ്റിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി 10 വർഷമൊന്നും ആയിട്ടില്ലെങ്കിൽ മാറ്റണമെന്നില്ല. പുതിയതായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും 6 മാസത്തിനുള്ളിലുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലോഡ് ചെയ്യേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ധൃതി വെക്കണ്ട. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് നിങ്ങൾ ധൃതി വെക്കണ്ട. ഇന്ന് മുതൽ നോക്കിയാൽ കാണാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31-ാം തീയതി വരെയുണ്ട്. ബുധനാഴ്ച ജാനുവരി 31, 2024 ബുധനാഴ്ച രാത്രി 12 മണി വരെ നമുക്ക് അപേക്ഷ അയക്കാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ്. സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡ് ആവേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോ
ഇവിടെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ഈ ഡേറ്റിന് ശേഷം എടുത്ത ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റേണ്ടതില്ല. 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. ഫോട്ടോയുടെ താഴെ ഫോട്ടോയുടെ പേര്, നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾ അപേക്ഷ അയക്കുന്ന സമയത്ത് വൺ ടൈം രജിസ്ട്രേഷനിൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈൽ വഴി നമ്മൾ അപേക്ഷിക്കണം. അപേക്ഷ അയക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ, ഓക്കെ, അതായത് ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ 2013 ശേഷമുള്ള ഫോട്ടോ ആയിരിക്കണം. 2013, അതായത് 31/12/2013 ശേഷമായിരിക്കണം. അതിന് ശേഷമുള്ള ഫോട്ടോ ആണെങ്കിലേ നിങ്ങൾ അപേക്ഷിക്കാവൂ. അതിന് മുമ്പുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോട്ടോ തിരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം? 6 മാസത്തിനുള്ളിലുള്ള എടുത്ത ഫോട്ടോ ആണ് പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അപേക്ഷ അയച്ചതിൻ്റെ ഒരു അപേക്ഷയുടെ കോപ്പി അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്യാതെ ഒരു രക്ഷയില്ല. കഴിഞ്ഞ പരീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അവർ അപേക്ഷ അയച്ചു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഇഷ്യൂ കൊണ്ട് അപേക്ഷ അവിടെ കിട്ടിയിട്ടില്ല. ഓൺലൈനായിട്ട് അപേക്ഷ അയച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അപേക്ഷ കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ച് പേർക്ക് പരാതി ഉണ്ടായിരുന്നു, പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ PSC ചോദിക്കുന്നത്, അങ്ങനെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ PSC ചോദിക്കുന്നത് അപേക്ഷ അയച്ചതിൻ്റെ സോഫ്റ്റ് കോപ്പി കാണൂ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് തരൂ എന്ന് ചോദിക്കും. അത് നമ്മളൊന്നുമില്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് മുമ്പ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾ ഫോണിലോ സിസ്റ്റത്തിലോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പോവാത്ത രീതിയിൽ ഒന്ന് നിങ്ങളുടെ ഡിവൈസിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മലയാളം വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കൂടി ഒന്ന് പറയാം. മലയാളം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, SSLCക്ക് പാർട്ട് 1 പാർട്ട് 2 മലയാളം പഠിക്കാത്തതോ പഠനമാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, ഇവിടെ നോക്കണം. SSLCക്ക് പാർട്ട് 1 പാർട്ട് 2 മലയാളം പഠിക്കാത്തതോ പഠനമാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ അർഹത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പരീക്ഷ ഒരു പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ആവാം, ഒരു പക്ഷേ വിവരണാത്മകമാകാം, അല്ലെങ്കിൽ OMR തന്നെ ആവാം. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ചോദ്യക്കടലാസ്, നമ്മുടെ ചോദ്യപേപ്പർ മലയാളത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കാം ഒരു പക്ഷേ എല്ലാം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. സൈക്കോളജി അടക്കമുള്ള സയൻസിൻ്റെ ഭാഗങ്ങൾ അടക്കം എല്ലാം ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായ മലയാളമുണ്ട്. ആ മലയാളം നിങ്ങൾ പഠിക്കണം. മലയാളത്തിൽ തന്നെ ആയിരിക്കും ചോദ്യം വരിക. മനസ്സിലായോ? സൈക്കോളജിയൊക്കെ മലയാളത്തിൽ പഠിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന കാര്യം മലയാളത്തിൽ വന്നാൽ തെറ്റിക്കും. നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. OMR പരീക്ഷയായിരിക്കും മിക്കവാറും. അപ്പോൾ OMR ഷീറ്റ് പരീക്ഷയാണെങ്കിൽ OMR ഷീറ്റുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അപ്പോഴും നമുക്ക് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പരീക്ഷ എഴുതുന്ന ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്നവരായിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് PSC പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് സംഭവിക്കാവുന്ന തെറ്റുകൾ നമ്മുടെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് OMRൽ നമ്മൾ ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല. OMR അസാധു ആവാനോ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കുകൾ കൂടുതൽ വരാനോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ സമയബന്ധിതമായി നമ്മുടെ പരീക്ഷ എഴുതി തീർക്കാനോ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ OMR ഷീറ്റുമായിട്ട് നമുക്ക് എപ്പോഴും ബന്ധം ഉണ്ടായിരിക്കണം. OMR ഷീറ്റ്, സാമ്പിൾ OMR ഷീറ്റ് നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സിനകത്ത് നമ്മൾ എല്ലാ കൃത്യമായിട്ടുള്ള ഇടവേളകളിലും എല്ലാ ആഴ്ചയിലും ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട്. 100 മാർക്കിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാനമാക്കിയിട്ട്
മോഡൽ എക്സാം എങ്ങനെയാണോ ഒരു PSC എക്സാം UPക്ക് നടക്കുക, LPക്ക് നടക്കുക, അതേ രീതിയിൽ അത് OMR ഷീറ്റിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ടൈം മാനേജ്മെൻറ്റിനും OMR ഷീറ്റുമായിട്ടൊരു ബന്ധമുണ്ടാവാനും ഇപ്പോഴത്തെ പരീക്ഷാ പാറ്റേൺ മനസ്സിലാക്കാനൊക്കെ അത് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രസ്സിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്കൊരു കോൺഫിഡൻസ് വരാനും ചോദ്യങ്ങൾ വായിച്ച് ചോദ്യകർത്താവ് ചിന്തിക്കുന്നത് പോലെ എത്താനും അത് പഠനത്തിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ചോദ്യം ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും എന്നുള്ളതിൽ തെറ്റേതാണ് അല്ലെങ്കിൽ തെറ്റല്ലാത്തത് ഏതാണ്, ശരി ഏതാണ്, ശരിയല്ലാത്തത് ഏതാണ് എന്നൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. നമ്മളതിനെ ഒറ്റ വായനയിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിരന്തരം അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ആ മോഡൽ എക്സാം നമ്മൾ എഴുതി നോക്കണം. അപ്പോൾ OMR ഷീറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഇനി BEdകാർ TTC യോഗ്യതയുണ്ട് എന്ന് കാണിച്ച് LP അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, ജോലി കിട്ടില്ല, അതിലൊരു സംശയവും വേണ്ട. TTCക്കാർക്ക് LPയും എഴുതാം, UPയും എഴുതാം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നമ്മുടെ ചാനലിൽ ഈ കാര്യം പറയാത്തത് കൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്തതാണ്. ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും 31-ാം തീയതി വരെ സമയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫോട്ടോയിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കോപ്പി എടുത്ത് വെക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് തന്നെ മൊബൈലിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. യൂസർ ID പാസ്വേഡോ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അതൊക്കെ ഫോർഗോട്ട് കൊടുത്ത് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കേട്ടിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷനിൽ ആഡ് ചെയ്യണം. അത് നിർബന്ധമായിട്ടും ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കേട്ടറ്റ് ഉണ്ട്, നിങ്ങൾ BEd കഴിഞ്ഞ അല്ലെങ്കിൽ TTC കഴിഞ്ഞ ഒരാളാണ്, ഇൻഎലിജിബിൾ എന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നു, വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള റീസൺ അവിടെ കാണും. ആ റീസൺ നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയ ശേഷം അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് പ്രകാരം അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് കഴിയുള്ളൂ, ജോലി കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ജോലി കിട്ടില്ല. ഒരിക്കലും നമുക്ക് PSCയെ വഞ്ചിച്ച് ജോലി നേടിയെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതിൽ പറഞ്ഞ പ്രകാരം ചെയ്യുക. അല്ലാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഈ തിങ്കളാഴ്ച, അതായത് മറ്റന്നാൾ ജാനുവരി 8-ാം തീയതി ഒരു പുതിയ ബാച്ച് പേജ് 3 അക്കാദമിയിൽ ആരംഭിക്കുന്നുണ്ട്. നമ്മളിവിടെ ആരംഭിക്കുന്ന ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഈ ഫീസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ രാത്രിയും രാവിലെയും ലൈവ് ക്ലാസ് ഉണ്ടാവും മെൻറ്ററുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ ഫുൾ സിലബസ് സ്കൂൾ പാഠപുസ്തകത്തിൽ വേണ്ട കാര്യങ്ങൾ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസ്, സോഷ്യൽ, മാത്സ് എന്നിവ ഫുള്ളായി കവർ ചെയ്യും. മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ NCAയുടെ 4 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ഡിഗ്രി ലെവൽ, +2 ലെവൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള നമ്മളുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫേഴ്സ് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സിൻ്റെ ഫീസാണ് 1999 രൂപ. ജനുവരി 8-ാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഇനി സമയമില്ല, പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നമ്മളെ വിശ്വസിച്ച് കൂടെ വരുന്നവരോടൊപ്പം നമ്മൾ പരീക്ഷ വരെ ഉണ്ടാകും. അവരെ ജോലിയിലേക്ക് കയറ്റുന്നത് വരെ അവരോടൊപ്പം ഉണ്ടാകും എന്ന ഒരു വാക്കുകൂടി തന്ന് നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു.